ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഫാം വിസിറ്റാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഒരു ചെറിയൊരു ഇൻഡസ്ട്രിയൽ വിസിറ്റാണ്. ദുബായിലെ തന്നെ ഏറ്റവും വലിയ ഫാമായ അൽ റാബി ഫാമിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നത് അൽ കവനീജ് എന്ന സ്ഥലത്താണ്. 500ഓളം പശുക്കളെ ഓസ്ട്രേലിയയിൽ നിന്നും ന്യൂസിലാൻഡിൽ നിന്നും ഇമ്പോർട്ട് ചെയ്തതാണ് ഇവിടെ. ഇപ്പോൾ ഇവിടെ 17,000-ൽ കൂടുതൽ പശുക്കളുണ്ട്. അൽ റാബി ഫാമിലേക്ക് ഫ്രീ ആയിട്ട് നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. വിസിറ്റ് ചെയ്യുന്നതിനായിട്ട് അവരുടെ സൈറ്റിലുള്ള നമ്പറിൽ നമ്മൾ അവരുമായിട്ട് വിളിച്ച് ബുക്കിംഗ് എടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ബുക്കിംഗ് കൺഫർമേഷൻ മെയിലും അതുപോലെ തന്നെ എൻട്രി ഫോമും അവർ നമുക്ക് മെയിലിലേക്ക് അയച്ചു തരും. ഇവിടേക്ക് വരുന്ന സമയത്ത് ഇത് രണ്ടും പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നമ്മൾ അവിടെയുള്ള സെക്യൂരിറ്റി ഗാർഡിനെ ഏൽപ്പിക്കണം. അതിനുശേഷം മാത്രമേ അവർ നമ്മളെ അകത്തേക്ക് കടത്തിവിടുകയുള്ളൂ. അകത്ത് കടന്നതിന് ശേഷം നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് അവിടെയുള്ള ടൂർ ബസ്സിലാണ് നമ്മൾ അവിടെയുള്ള ഫാമിലേക്ക് പോകാൻ പോകുന്നത്. സൺഡേ ആയിരുന്നു ഞാൻ സെലക്ട് ചെയ്തത്. അതുപോലെ തന്നെ 3 ടൈം അവർ തന്നിട്ടുണ്ടായിരുന്നു. 10 o'clock, 1 o'clock, 3 o'clock. ഞാൻ 10 o'clock ആണ് ചൂസ് ചെയ്തത്. ഏകദേശം 10:30 ആയതിനു ശേഷമാണ് ഞങ്ങളുടെ ടൂർ സ്റ്റാർട്ട് ചെയ്തത്. കാരണം എല്ലാ ഫാമിലി മെമ്പേഴ്സും എത്തിയതിന് ശേഷമാണ് അവിടെ ടൂർ സ്റ്റാർട്ട് ചെയ്തത്. ഒരു ബസ്സിലുള്ള സീറ്റിന് കണക്കായിട്ടുള്ള ആളുകളെയാണ് ഓരോ ട്രിപ്പിലും അവർ ചൂസ് ചെയ്യുന്നത്. അൽ റാബിയുടെ ഫാമിൽ വിസിറ്റ് ചെയ്യുന്നത് വഴി നമുക്ക് ഡയറി ഫാമിൻ്റെ കൂടുതൽ ചരിത്രത്തിലേക്ക് അറിയാനും മ്യൂസിയം കാണാനും പാൽ കറക്കുന്ന വിധവും പശുക്കളുടെ പ്ലാന്റും അവയ്ക്ക് നൽകുന്ന ഭക്ഷണവും അതുപോലെ തന്നെ പുതുതായി ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെയും നമുക്കിവിടെ കാണാൻ പറ്റും. ബസ്സിൽ കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി ഒരു ടൂർ ഗൈഡും നമ്മുടെ കൂടെ ഉണ്ടാവും. ബസ് അൽ റാബി ഫാമിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ബസ് ഒന്ന് സാനിറ്റൈസ് ചെയ്തതിന് ശേഷം മാത്രമേ അതിലേക്ക് കടക്കുന്നുള്ളൂ. ആദ്യം തന്നെ നമ്മൾ പോകുന്നത് മ്യൂസിയത്തിലേക്കാണ്. അവിടെ അൽ റാബിയുടെ ചരിത്രത്തെ പറ്റിയൊക്കെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അവിടെ വെച്ച് നമുക്ക് പശുക്കളെ കാണാനും പശുക്കളെ പാൽ കറക്കുന്ന വിധവും അവയെ വൃത്തിയാക്കുന്ന വിധവും കാണാനും സാധിക്കും. മ്യൂസിയത്തിലുള്ള കാഴ്ചകളെല്ലാം തന്നെ വളരെയധികം മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇൻഫോർമേറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും ഇവിടെ കാണാൻ പറ്റും. ചരിത്രത്തെപ്പറ്റി മനസ്സിലാക്കാനും ആദ്യമായി ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളെ പറ്റിയൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നതാണ്. മ്യൂസിയത്തിന് ചുറ്റുമായുള്ള വിൻഡോസ് വഴി നമുക്ക് അവരുടെ മിൽക്കിംഗ് പാർലറുകളും പാല് കറന്നെടുക്കുന്ന വിധവും പശുവിനെ ക്ലീൻ ചെയ്യുന്ന വിധമൊക്കെ കാണാൻ പറ്റും. മിൽക്കിംഗ് പ്രോസസ്സിനായിട്ട് രാവിലെ 5 മണിക്ക് തന്നെ പശുക്കളെ മിൽക്കിംഗ് പാർലറിലേക്ക് കൊണ്ടുവരും. അവിടെ 3 മിൽക്കിംഗ് പാർലറുകൾ ഉണ്ട്. ഒരു ദിവസം 3 തവണ ഓരോ പശുവിനെയും കറന്നെടുക്കും. കറന്നെടുത്ത പാല് ആവശ്യമുള്ള പോഷകങ്ങൾ നിലനിർത്തിക്കൊണ്ട് പാസ്ചറൈസേഷൻ, ഹോമോജിനൈസേഷൻ, സ്റ്റാൻഡർഡൈസേഷൻ തുടങ്ങിയ പ്രോസസ്സിന് വിധേയമാക്കും. പാസ്ചറൈസേഷൻ സമയത്ത് പാൽ ചൂടാക്കി വീണ്ടും തണുപ്പിക്കും. ഇതുവഴി എല്ലാ ചീത്ത ബാക്ടീരിയകളും നശിക്കുകയും ചെയ്യും. ഹോമോജിനൈസേഷൻ എന്നാൽ പാലിലെ കൊഴുപ്പും വെള്ളവും വേർതിരിക്കുന്ന പ്രക്രിയയാണ്. പാലിൽ നിന്ന് ക്രീം നീക്കം ചെയ്യുകയോ ചേർക്കുകയോ ചെയ്യാനായിട്ടാണ് സ്റ്റാൻഡർഡൈസേഷൻ പ്രോസസ്സ് ഉപയോഗിക്കുന്നത്. മിൽക്കിംഗ് പ്രോസസ്സിനായിട്ട് പശുക്കളെയെല്ലാം നിരനിരയായി കൊണ്ടുവന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കും. പശുക്കളെല്ലാം സാനിറ്റൈസ് ചെയ്യും. 3 പ്രാവശ്യം ഓരോ പശുവിനെയും പാൽ കറക്കും. 3 പ്രാവശ്യം കുളിപ്പിക്കുകയും സാനിറ്റൈസ് ചെയ്യുകയും വൃത്തിയാക്കുകയും ചെയ്യും. പാലെടുക്കാനായിട്ട് മെഷീനാണ് ഉപയോഗിക്കുന്നത്. ഓരോ പ്രാവശ്യവും പാലെടുത്ത ശേഷം മെഷീൻ വൃത്തിയാക്കിയ ശേഷം മാത്രമേ അടുത്ത പശുവിൻ്റെ പാലെടുക്കുന്നുള്ളൂ.
അടുത്തതായിട്ട് കാണാൻ പോകുന്നത് പശുക്കളുടെ ഫാമിലേക്കാണ്. ഇവിടെ പശുക്കളെ തരം തിരിച്ചാണ് നിർത്തിയിട്ടിരിക്കുന്നത്. ഗർഭിണികളായ പശുക്കളെയും കുഞ്ഞുങ്ങളെയൊക്കെ വ്യത്യസ്തമായ രീതിയിൽ ഷെഡുകളിലാണ് നിർത്തിയിട്ടിരിക്കുന്നത്. ഇപ്പോൾ ചൂടുകാലമായതിനാൽ എല്ലാ ഷെഡുകളിലും ഫാനും കൂളറും ഒക്കെ ഘടിപ്പിച്ചിട്ടുണ്ട്. പ്രസവിച്ച ഉടനെയുള്ള പശുക്കിടാങ്ങളെ 3 ദിവസം മാത്രമേ അമ്മയുടെ അടുത്ത് നിർത്തുകയുള്ളൂ. അതിനുശേഷം അവരെ സെപ്പറേറ്റ് കൂട്ടിലേക്കൊക്കെ മാറ്റുന്നതാണ്. അതിനുശേഷം അവയ്ക്ക് 3 മാസത്തോളം പശുവിൻ്റെ പാല് തന്നെ കൊടുക്കും. പിന്നീട് കോൺഫ്ലെക്സ് പൊടിച്ചതും ബാർലിയും ഒക്കെയാണ് കൊടുക്കുന്നത്. അടുത്തതായി കാണാൻ പോകുന്നത് പശുക്കൾക്ക് കൊടുക്കുവാനുള്ള ഭക്ഷണങ്ങളൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലമാണ്. ഇവിടെയുള്ള സാധനങ്ങളൊക്കെ ഇമ്പോർട്ട് ചെയ്തതാണ്. കോൺഫ്ലെക്സ് പൊടിച്ചതും ബാർലി പൊടിച്ചതും ഒക്കെയാണ് മെയിനായിട്ട് അവർക്ക് കൊടുക്കുന്ന ഭക്ഷണങ്ങൾ. പശുക്കളുടെ എല്ലാം ചെവിയിൽ ഒരു മഞ്ഞ കളർ ഒരു ചിപ്പ് ഘടിപ്പിച്ചിട്ടുണ്ട്. അതുവഴി എല്ലാ പശുക്കളുടെയും ആരോഗ്യസ്ഥിതി കാര്യങ്ങളൊക്കെ വെറ്റിനറി ഡോക്ടർമാർക്ക് കറക്റ്റ് മനസ്സിലാവുന്നതാണ്. അവിടെ ഒരു ബയോഗ്യാസ് പ്ലാന്റും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പശുവിൻ്റെ ചാണകത്തിൽ നിന്നും ഇന്ധനം ഉൽപ്പാദിപ്പിച്ച് അവിടെയുള്ള ഫാനും മറ്റും അവർ പ്രവർത്തിപ്പിക്കുന്നുണ്ട്.
ഫാം വിസിറ്റിന് ശേഷം മിൽക്ക് പ്രൊഡക്ഷൻ യൂണിറ്റിലേക്കാണ് നമ്മൾ പോയത്. അവിടെ വീഡിയോ അലൗഡ് അല്ലാത്തത് കൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അവിടെ വെച്ചിട്ടാണ് പാല് ബോട്ടിലേക്ക് മാറ്റുന്നതും പലതരം ഫ്ലേവേർഡ് മിൽക്കുകളും തൈര് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതും അവിടെ വെച്ചിട്ടാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഫാം വിസിറ്റിൽ ഉള്ളത്. പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് അൽ റാബി ഫാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് അവരുടെ ഒരു കോംപ്ലിമെൻ്ററി ഗിഫ്റ്റ് ആയിട്ടുള്ള ഒരു ജ്യൂസും ക്രോയിസൻറ്റും കൂടെ അവർ തരുന്നുണ്ട്.